അനാസ്ഥയോ ആരുടെയെങ്കിലും ഭാഗമുണ്ടായിരുന്നത് പരിശോധിക്കുന്നു. ഇടുക്കി മൂന്നാറിൽ ബോംബ് ഭീഷണി മുഴക്കിയ ഡൽഹി സ്വദേശി പിടിയിൽ. മൈസൂരിൽ സമാനമായ കേസിൽ അറസ്റ്റിലായ ഖാലിദ് എന്ന നിതിൻ ശർമ്മയെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മോഷ്ടിച്ച ഫോണിൽ നിന്നും മൂന്നാർ പോലീസിന് ബോംബ് ഭീഷണി മുഴക്കി ഇയാൾ മെയിൽ അയക്കുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മൂന്നാറിലെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച് ഖാലിദ് പോലീസിന് മെയിൽ അയക്കുകയായിരുന്നു. ഈ മെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിലെ വിവിധ മേഖലകളിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധനയും നടത്തി. എന്നാൽ ബോംബ് കണ്ടെത്താനായില്ല. തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് സൈബർ അന്വേഷണം നടത്തി വരികയാണ് മൈസൂർ ലെതർബാഗ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായ വിവരം അറിയുന്നത്. കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ വിവിധ മേഖലകളിലും ഇയാൾക്കെതിരെ സമാനമായ കേസുകളുണ്ട്. 2017-ൽ എറണാകുളം ലുലു മോളിൽ ബോംബ് ഭീഷണി മുഴക്കി ഇയാൾ അറസ്റ്റിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു. വിവിധ മേഖലകളിൽ നിന്ന് മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നത്. മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട് തീഹാർ ജയിലിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. സ്ഥിരമായി ബോംബ് ഭീഷണി മുഴക്കുന്ന ഇയാൾക്ക് പിന്നിൽ മറ്റു കൂട്ടാളികളുണ്ടോ എന്നും അന്വേഷിക്കും. ഇടുക്കി SP TK വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം മൂന്നാർ DYSP അലക്സ് ബേബിയുടെ നേതൃത്വത്തിൽ ദേവികുളം SHO നോബിൾ PJ, മൂന്നാർ SI നിസാർ MK എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തിരുവനന്തപുരം തൊളിക്കോട് പുകപ്പുരയ്ക്ക് തീപിടിച്ചു. പനക്കോട് സ്വദേശി ഇന്ദു ഗിരീഷ്